വേദിയിലിരിക്കുന്ന ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യാതിഥി സന്ധ്യ മാം, ബഹുമാനപ്പെട്ട അൽഫോൺസ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് ബഹുമാനപ്പെട്ടവരെ, കുട്ടികളെ, ആദ്യം തന്നെ എനിക്ക് എയ്സ് അക്കാഡമിയോട് ഒരു നന്ദി രേഖപ്പെടുത്താനുണ്ട് എനിക്കിന്ന് ഈ ഒരു അവസരം തന്നതിന്. കാരണം ഞാൻ ആദ്യമായിട്ട് അൽഫോൺസാറെ കാണുന്നത് എനിക്ക് തോന്നുന്നു 2009 ഞങ്ങളുടെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയിൽ സർ എന്നൊരു സ്പീച്ച് തരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ MBA ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാം, കോച്ചിങ്ങിന് ചേരാമെന്ന് വിചാരിച്ച് ഞാൻ ചേർന്ന സമയമാണ്. ആ സമയത്താണ് സർ അവിടെ ഒരു സ്പീച്ച് തരാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അന്ന് അവിടെ വന്നിട്ട് സർ ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. സർ സ്കൂൾ സമയത്ത് പഠനത്തിൽ വളരെ പിന്നോട്ടായിരുന്നു. പിന്നെ മണിമലയാറിൻ്റെ തീരത്തിരുന്ന് എൻ്റെ ഡെസ്റ്റിനി എന്ത്, ഞാൻ എന്തിനു വേണ്ടി ജനിച്ചു എന്ന് ചിന്തിക്കുന്നതും, അങ്ങനെ ഈ ഒരു ഉത്തരത്തിൽ എത്തിച്ചേരുന്നതും, അങ്ങനെ ഈ സിവിൽ സർവീസ് എഴുതാമെന്ന ഡിസിഷൻ എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ സാർ എന്ന് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ ഇത് നേടിയെടുത്തതിന് ശേഷവും ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ സാറിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിലെ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസിൻ്റെ പൊളിച്ചതിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ സാറെന്ന് ഒരുപാട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ എനിക്കും അവിടെ ഇരിക്കുന്ന മറ്റുള്ളവർക്കുമൊക്കെ വളരെ ഇൻസ്പിറേഷനിലായിരുന്നു സാറ് പറഞ്ഞ ഓരോ വാക്കും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഈ യാത്ര തുടങ്ങുന്നത് തന്നെ. അങ്ങനെ ഇപ്പോൾ ഈ റിസൾട്ടൊക്കെ വന്ന അവസാനം ഇപ്പോൾ ഈ ഒരു വേദിയിൽ സാറിൻ്റെ കൂടെ സാറിൻ്റെ അടുത്തുനിന്നൊരു മെമൻറ്റോ വാങ്ങാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതിന് തന്നെ ഞാൻ ആദ്യമായിട്ട് ഈ അക്കാഡമിയോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഒരു പെൺകുട്ടി എന്ന രീതിയിൽ ഞങ്ങളൊരു ഹൂം ഓൾ ടു ലുക്ക് അപ്പ് ടു എന്ന രീതിയിൽ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഫീൽഡിൽ ഞങ്ങൾ കോച്ചിങ്ങിന് ചേർന്ന സമയത്ത് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ ഉണ്ടായിരുന്ന പേരുകളിൽ ഒന്ന് തന്നെയായിരുന്നു സന്ധ്യ മാം. അപ്പോൾ അവർ രണ്ടുപേരെയും ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഒരു ട്രെൻഡ് എല്ലാവരും കുട്ടികളെ ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ വേണ്ടി പറഞ്ഞയക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കുട്ടികളെ ചിന്തിക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല. നമ്മൾ ആ ഒരു ഫ്രെയിം വർക്കിൽ ഇട്ടിട്ടാണ് നമ്മളെപ്പോഴും മാതാപിതാക്കളും സമൂഹം ആയാലും വളർത്തുന്നത്. ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഞാൻ ബികോം കഴിഞ്ഞിട്ട് MBA എടുത്തിട്ടാണ് ഞാൻ ഈ എക്സാമിന് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോമേഴ്സ് എടുത്ത സമയത്തൊക്കെ എന്നോട് പലരും ഞാനെന്തോ വളരെ വലിയ അബദ്ധം ചെയ്ത രീതിയിലായിരുന്നു എന്നോട് പലരും പെരുമാറാറ്. എന്തിനാണ് ഇതെടുത്തത്, BCom ഒക്കെ എടുത്തിട്ട് ജീവിതത്തിൽ എന്താവാനാണ് എന്ന രീതിയിൽ പലരും എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. മറ്റുള്ളവരോടും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അനിയനാണെങ്കിലും അവൻ BSc ബോട്ടണിയാണ് എടുത്തിട്ടുള്ളത്. അവൻ ആദ്യം സ്കൂളിൽ പഠിക്കുമ്പോഴേ പറഞ്ഞു, എനിക്ക് എൻട്രൻസ് താല്പര്യമില്ല, ഞാൻ എഴുതില്ല, എനിക്ക് ഫോറസ്ട്രി വൈൽഡ് ലൈഫാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ ഇഷ്ടം അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറയുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ അവനെ അതിന് സമ്മതിച്ചു. എന്നെ വിട്ടതുപോലെ അവൻ്റെ ഫീൽഡിലേക്ക് അവനെ വിട്ടു. അപ്പോൾ ഇപ്പോൾ BSc ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴാണെങ്കിലും ആരാണെങ്കിലും പരിചയപ്പെടുമ്പോൾ ഞങ്ങളോട് ചോദിക്കും, എന്ത് വിഡ്ഢിത്തരാണ് നിങ്ങൾ കാണിച്ചത്, എന്തിനാ അവനെ ആ ഫീൽഡിലേക്ക് വിട്ടത്, അവനിനി എന്താ ചെയ്യുക ലൈഫിലെന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു മിഥ്യാധാരണയാണ്. ഏതൊരു ഫീൽഡിലായാലും നമ്മൾ അവിടെ ടോപ്പ് ആവാൻ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ഏത് ഫീൽഡിലായാലും അവിടെ എക്സൽ ചെയ്യാൻ നോക്കുക എന്നത്, അല്ലാതെ ഇന്ന കോഴ്സ് മാത്രം ഗ്ലാമറസ്, ഇന്നതെല്ലാം നോൺ ഗ്ലാമറസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മിഥ്യാധാരണ മാത്രമാണ്. മാത്രമല്ല, പല കുട്ടികൾക്കും ഒരു വിചാരമുണ്ട്, ഇപ്പോൾ സിവിൽ സർവീസിന് പഠിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ പഠിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇവിടെ അത്ര നല്ല കോച്ചിങ് ഇല്ല, ഡൽഹിയിൽ പോയാലും മാത്രമേ നന്നാവുള്ളൂ എന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ റിസൾട്ട് തന്നെ അത്തരം ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഒക്കെയുള്ള വളരെ നല്ലൊരു മറുപടി തന്നെയായിരുന്നു. കാരണം ടോപ്പ് 5-ലെ 3 റാങ്ക് ഉൾപ്പെടെ ഏകദേശം 41 തോന്നുന്നു ഇത്തവണ കേരള മലയാളികൾ നേടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇനിയുള്ള കുട്ടികൾക്കും ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും ഇനി പരീക്ഷ എഴുതാനുള്ളവർക്കും ഒക്കെ വളരെ നല്ലൊരു പ്രചോദനമായിരിക്കട്ടെ. ഒരു ആത്മവിശ്വാസം അവർക്ക് കൂടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ 40 എന്നുള്ളത് ഇനി ഭാവിയിൽ 100-ഉം 200-ഉം ഒക്കെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആഗ്രഹം എന്നല്ല, അതെനിക്ക് ഉറപ്പാണ്, ഇത് ഇനിയും ഉയരും വരുന്ന നാളുകളിലെന്ന് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ പറ്റിയ അങ്ങനത്തെ ഇത്രയും നല്ലൊരു ബാച്ചിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെ സന്തോഷവും കുറച്ച് അഭിമാനവും ഉണ്ട്. പിന്നെ ഇപ്പോൾ നേരത്തെ ഒരു മോൻ ശ്രീരാമനോട് വന്ന് ചോദിച്ചു, എങ്ങനെയൊക്കെയാണ് ഇന്ത്യയെ മാറ്റാൻ പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അതിപ്പോൾ പലരും അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ നേരത്തെ ഇവർ പറഞ്ഞതുപോലെ ഇപ്പം കിങ്ങിലുള്ള ഡയലോഗിൽ പറയുന്ന പോലെ ഇപ്പം ഞങ്ങൾക്കും ഏകദേശം അക്ഷരത്താളുകളിൽ വായിച്ച ഒരു ഐഡിയയെ അങ്ങനെ ഉള്ളൂ, അല്ലാതെ വളരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കും ആയിട്ടില്ല. അപ്പോൾ അതിൽ ഈ പാവപ്പെട്ടവൻ്റെയും റിക്ഷാവലിക്കാരൻ്റെയും ഒക്കെ ശരിക്കുള്ള ഭാരതം ഞങ്ങളും ഇനി തൊട്ടറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും മാഡം പറഞ്ഞതുപോലെ
നട്ടല് പണയം വെക്കാതെ തന്നെ നല്ല രീതിയിൽ സത്യസന്ധരായി തന്നെ ജോലി ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. പിന്നെ ഏതൊരു പ്രതികൂല സാഹചര്യം ഞങ്ങൾക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം പകരാനും ഞങ്ങൾക്ക് വേണ്ട നല്ല അഡ്വൈസ് തരാനും സന്ധ്യ മാഡത്തെ പോലെയും അൽഫോൺസ് സാറിനെ പോലെയുമുള്ള വ്യക്തികൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്കും ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ സിവിൽ സർവൻസിനും അത് കഴിയും എന്നൊരു വളരെ അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് എൻ്റെ അമ്മ എവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ അമ്മയോട് ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതെൻ്റെ 3rd അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അറ്റംപ്റ്റ് പോയപ്പോൾ തന്നെ നാട്ടുകാർ ഒരുപാട് ഉപദേശിച്ചതാണ് അമ്മയോട്, എന്തിനാണ് ഇനിയും ഇതിന് വിടണോ, ആദ്യത്തെ പ്രാവശ്യം പോയില്ലേ, രണ്ടാമത്തെ പ്രാവശ്യം പോയില്ലേ, കല്യാണം കഴിപ്പിച്ച് വിട്ടൂടെ എന്ന്. പക്ഷേ അവരാരും പറയുന്നത് കേൾക്കണ്ട, ഫോക്കസ്ഡായി ഇരുന്നാൽ മതി, എക്സാം എഴുതിക്കോളൂ എന്ന് പറഞ്ഞ് എനിക്ക് ഇത്രയും ഒരു സ്ട്രോങ് ഒരു പില്ലറായി നിന്നത് എൻ്റെ അമ്മ തന്നെയാണ്. പിന്നെ എൻ്റെ അമ്മയുടെ തൊട്ടടുത്തിരിക്കുന്ന റാണി ആൻറ്റി ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. കോഴിക്കോട് ഞങ്ങൾക്ക് സെൻറ്റർ ഇല്ല, പ്രിലിമിന് ആകെ ട്രിവാൻഡ്രം ആൻഡ് കൊച്ചി മാത്രമാണ് സെൻറ്റർ. അപ്പോൾ ഈ 3 തവണയും ഞാൻ എക്സാം പ്രിലിം എഴുതിയത് റാണി ആൻറ്റിയുടെ വീട്ടിൽ നിന്നിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ തോറ്റു, സെക്കൻഡ് ടൈം ഞാൻ തോറ്റു. അപ്പോൾ ഞാൻ 3rd ടൈം പ്രിലിം ആയപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചു, അമ്മയോട് ഞാൻ പറഞ്ഞു എങ്ങനെയാമ്മ ഇത്തവണയും റാണി ആൻറ്റിയെ വിളിക്കുക, കാരണം എല്ലാ പ്രാവശ്യവും അവിടെ പോകുന്നു, പിന്നെയും ഇങ്ങനെ നാണം കെട്ട്. അപ്പോൾ ഇത്തവണ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത്തവണ ക്ലിയർ ചെയ്യാൻ പറ്റിയതിൽ. ഒന്നുകൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. താങ്ക് യു മിസ് അശ്വതി. ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചത് 24ാം റാങ്ക് കരസ്ഥമാക്കിയ അശ്വതിയാണ്.